ഫറോമാരുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കഴിഞ്ഞ്, ഫറോവന്മാരുടെ ബാക്കിൽ ഒരു കൂമൻ ഇങ്ങനെ ഇരിക്കുന്ന ചിത്രമുണ്ട്. അധികാരികളായ ഫറോമാരുടെ മുഴുവനും അവരധികാരത്തിലിരിക്കുന്ന കാലത്ത് അവരുടെ ചിത്രത്തിന്റെ ബാക്കിൽ ഒരു കൂമനുണ്ട്. ഞാനത് ഈജിപ്തിൽ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഈ ചുമലിൽ ഇങ്ങനെ ഇരിക്കും എന്ത്, ഒരു കൂമൻ, ഇങ്ങനെ ഒരു മുങ്ങ ഇങ്ങനെ തല പൊക്കിയിട്ട്, അതായത് ഫറോവയുടെ തലയേക്കാൾ ഒരു ചാൺ പൊങ്ങിയിട്ട് നിൽക്കും. ആരുടെ തല? ഈ മൂങ്ങയുടെ, ഈ കൂമന്റെ. കൂമൻ പൈശാചികതയുടെ പ്രതീകമാണ്. ഈ ജനത പിശാചിനെ അണ്ടാതിക്കുന്നവരാണ്. അപ്പോൾ പൈശാചികത ആവാഹിച്ച ആളാണ് ഞങ്ങളുടെ രാജാവ് എന്നാണ് അതിന്റെ സിമ്പൽ. അതിന് സിംബോളിക്കായ ഒരു പ്രതിമയാണ്. ഇഷ്ടം പോലെ ഈജിപ്തിൽ പോയാൽ കാണും. അത് ഈജിപ്ത് മാത്രമല്ല, നിങ്ങൾ പിന്നെ ഫറോമാരുടെ ചിത്രങ്ങളിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടംപോലെ കിട്ടും. അതായത് കൂമൻ ഒരു പിശാചിന്റെ പ്രതീകമാണ്. രാത്രിഞ്ചരനാണ് കൂമൻ. പിശാചും രാത്രിഞ്ചരൻ. രാത്രിഞ്ചരൻ എന്നാൽ രാത്രി കാലത്ത് ഇറങ്ങി നടക്കുന്നു. കൂമൻ ഒരു രാത്രിഞ്ചരൻ. അതുകൊണ്ടാണ് പഴയ കാലത്ത് എന്ത് ഒരു വീട്ടുവളപ്പിൽ കൂടുതൽ ഇങ്ങനെ മൂളുന്നത് കേട്ടാൽ ആളുകൾ പറയും ഇവിടെ അടുത്ത എവിടുന്ന ഒരാള് മരിക്കാനായി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അള്ളാഹുവിനേക്കാൾ മനുഷ്യന് ഇഷ്ടം പിശാചിനെയാണ്. ഏത് കാലത്തും അനത്തുള്ളായി മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിച്ചതിനേക്കാൾ കൂടുതൽ പിശാചിനെയാണ് ലോക ചരിത്രത്തിൽ ആരാധിച്ചിട്ടുള്ളത്. മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കാൻ തൽപരനല്ല. അതേസമയത്ത് പിശാചിനെ ആരാധിക്കാൻ മനുഷ്യൻ വലിയ തൽപരനാണ്. എന്തുകൊണ്ട്? പിശാചിൽ നിന്നും പടച്ചവനിൽ നിന്നും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പിശാചിൽ നിന്ന് സാധ്യമാകുന്നത് പോലെ പടച്ചവനിൽ നിന്ന് മനുഷ്യന് സാധ്യമാവൂല. ഇതാണ് കാര്യം. പിശാചിൽ നിന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധ്യമാവും, പടച്ചവനിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധ്യമാവില്ല. അതുകൊണ്ട് മനുഷ്യന് ആവശ്യം പടച്ചവനെയല്ല, പിശാചിനെ. മനുഷ്യൻ ലോക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 90% മനുഷ്യരെ ആലോചിച്ച് പിശാചിനെ. 10% മനുഷ്യർ ലോക ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയൂല. 10% ഒക്കെ വരുമെന്ന് എനിക്കറിയൂല. പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. മനുഷ്യൻ ലോക ചരിത്രത്തിൽ ഇത്രയേറെ ബുദ്ധി നൽകിയ മനുഷ്യൻ, ഭയങ്കര ബുദ്ധിയ മനുഷ്യൻ, ഇത്രയേറെ സൗകര്യങ്ങൾ നൽകിയ മനുഷ്യൻ, നിങ്ങൾ എന്താ വിചാരിച്ചത്? പരിശുദ്ധ യാസീനിൽ ഒരു ആയത്തുണ്ട്. ആയത്ത് ഭയങ്കരമാണ്. എന്താ ആയത്ത്? ആയത്ത് അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരാൾ എൻ്റെ അടുത്ത് വന്നു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ആ ആളുടെ പ്രശ്നം, ആ ആളുടെ വീട്ടിലുള്ള ഒരാൾ പിശാചിനെ ആരാധിക്കുന്ന ആളാണ്. അപ്പോൾ എന്താ ചെയ്യുക? ഞാൻ അവരോട് പറഞ്ഞു, അവരും നിങ്ങളും കൂട്ടി ജീവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പിശാചിനെ ആരാധിക്കുന്നവരുടെ കൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ ഇരിക്കാൻ പാടില്ല, താമസിക്കാൻ പാടില്ല, കൂട്ടി ജീവിതം പാടില്ല, നല്ലതല്ല. പടച്ചവനാണ് തെറ്റിദ്ധരിച്ചിട്ട് പിശാചിനെ ആരാധിക്കില്ല, പകരം പിശാചാണെന്ന് അറിഞ്ഞുകൊണ്ട് പിശാചിനെ ആരാധിക്കും. ചിലപ്പോൾ മനുഷ്യൻ പടച്ചവനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പിശാചിനെ ആരാധിക്കും. അവൻ ഒരു നിലക്ക് അർഹനാണ്. എന്തുകൊണ്ട്? അവൻ അറിവില്ല. എന്നാൽ അറിവുണ്ട്, പക്ഷെ അവന് പഠിച്ചില്ല. ഒന്നും ആദ്യം നോക്കിയാൽ പെട്ടെന്ന് കിട്ടും, പക്ഷെ അവന്റെ ക്ഷണികമായ വിചാര താല്പര്യങ്ങൾ കാരണം അങ്ങോട്ട് പോയില്ല. കുറ്റം തന്നെ. പക്ഷെ അതേ സമയത്ത് അതല്ല, ഇത് ഞാൻ പിശാചിനെ ആരാധിക്കുന്നവനാണ്, എനിക്ക് നിന്റെ പടച്ചവന് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ഭാര്യയോടുകൂടെ ഭർത്താവ് താമസിക്കാൻ പാടില്ല. ഭർത്താവിനറിയാം എന്തറിയാം, ഭാര്യ പിശാചിനെയാണ് ആരാധിക്കുന്നത്. അവൾ പറഞ്ഞു ഞാൻ പിശാചിനെയാണ് ആരാധിക്കുന്നവെന്ന്. അവൾ പറഞ്ഞു ഞാൻ പിശാചിനെ ആരാധിക്കുന്നത്. വേണമെങ്കിൽ മതി. അപ്പോൾ പിന്നെ ഈ ഭർത്താവ് ആ ഭാര്യയുടെ കൂടെ താമസിക്കാൻ പാടില്ല. ഇത് സമുദായം വ്യത്യസ്തമായതും അല്ല പ്രശ്നം. ഇത് എന്താണ്? ഇതൊരാൾ കൃത്യമായും പിശാചിനെ ആരാധിക്കും. എന്നാൽ ഈ ആൾക്ക്, ഈ ഭർത്താവിനെ അറിയും ഭാര്യ പിശാചിനെ ആരാധിക്കുന്ന ആളാണെന്ന് കൊല്ലങ്ങളായി അറിയും. എന്നിട്ടും ഭർത്താവ് പൊറുക്കാണ് ആരെ കൂടെ? ഭാര്യയോടുകൂടെ. എനിക്ക് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളോട് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി എനിക്ക് രക്ഷപ്പെടണം. എന്താ ചെയ്യാൻ? രക്ഷപ്പെടാൻ മാറും. നിങ്ങളുടെ വീട്ടിൽ പാമ്പുണ്ടെങ്കിൽ, പാമ്പ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ എലി ഉണ്ടെങ്കിൽ, എലി ഒരുപാട് സാധനങ്ങൾ കരണ്ട് നശിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കരണ്ട് നശിപ്പിച്ച ഒരുപാട് സാധനം നിങ്ങളെ വീട്ടിലുണ്ട്. എലി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പുറത്താക്കേണ്ടത് എലിയാണ്. വീട്ടിൽ എലിയുണ്ട്, കുറെ എലി കരണ്ട സാധനങ്ങളുണ്ട് എങ്കിൽ എലി കരണ്ട സാധനമല്ല പുറത്തുണ്ട്, ആദ്യം പുറത്തേണ്ടത് എലിയാണ്. എലി, അതായത് ഇനി ഈ സെക്കൻഡ് മുതൽ ഈ നശീകരണം ഇനി ഇവിടെ നടക്കൂല എന്നുള്ളത് ഉറപ്പിക്കണം. പിന്നെയാണ് നിങ്ങൾ പാച്ച് വർക്ക് ചെയ്യേണ്ടത്. എലിയെ വീട്ടിലിരുത്തിയിട്ട് എലി വരുത്തിയ നാശങ്ങൾക്ക് പാച്ച് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പാച്ച് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും എലിയുടെ വർക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ പുരുഷൻ, ഈ വ്യക്തി എന്നോട് പറയാണ്, എനിക്ക് എൻ്റെ ഭാര്യ
ഞാൻ അങ്ങോട്ട് മാറി, ഞങ്ങൾ രണ്ട് വീട്ടിൽ താമസിച്ചാൽ പിന്നെന്താ പ്രശ്നം അവൾ എന്നെ ഉപദ്രവിക്കുമെന്ന് പേടിയാണ്. കാരണം അവളുടെ കയ്യിൽ ഉപദ്രവിക്കുന്ന പിശാചുണ്ട്, പേടിയാണ്. എന്തുകൊണ്ടാണ് പേടിയുണ്ടായത്? ഇവർ 5 വക്ത് നിസ്കരിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ പറയരുത്, നിസ്കരിക്കുന്ന നോമ്പ് വിൽക്കുന്ന നമ്മൾ നിസ്കരിക്കുന്ന നോമ്പ് വിൽക്കുന്ന എൻ്റെ വിഷയമില്ല. നിസ്കാരവും നോമ്പും അള്ളാഹുവിൻ്റെ വിശ്വാസവുമല്ല. അത് ആ വിശ്വാസത്താലും ഉണ്ടാകുന്നതാണ്, വിശ്വാസമില്ലാതെയും ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അല്ലാഹുവിൽ വിശ്വാസം. ആ അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ കൊന്നാലും എന്നെ ചുട്ടുകരിച്ചാലും എന്നെ എത്ര സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയൂല, ഞാനങ്ങനെ ചെയ്യൂല. എന്നെ കൊന്നാലും പറയൂല, എന്നെ ചെയ്താലും എന്നെ ചുട്ടുകരിച്ചാലും പറയൂല. എത്ര സ്വഹാബികളാണ്. എന്തുകൊണ്ട്? നിസ്കാരമല്ലാത്തവരുടെ വിശ്വാസം ആരിലുള്ള? അല്ലാഹു അചഞ്ചലമായ വിശ്വാസമില്ല. ഈ വ്യക്തി നല്ല വ്യക്തിയാണ്, പക്ഷെ വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മുഖ്യങ്ങളാണ്, ഭയങ്കരം ഗാഠമായിരിക്കും. ചില ആളുകൾ ചില തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകളുണ്ട്, പക്ഷെ വിശ്വാസത്തിനെതിരെ ചെയ്യൂല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ നിസ്കാരത്തിലൊക്കെ വീഴ്ച വരുത്തുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്, പക്ഷെ അവര് നിസ്കാരത്തിൽ വീഴ്ച വരുത്തും, വിശ്വാസത്തിനെതിരെ ചെയ്യൂല. ഖുർആൻ ആകെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു വിശ്വാസധാരയെ ഉറപ്പിക്കുക. ഇത് പല കോലത്തിൽ പ്രത്യക്ഷപ്പെടും. അതായത് ഭാര്യ ചേക്കുട്ടി പാപ്പയെ അണ്ടാതിക്കുന്ന ആളാണ്. ചേക്കുട്ടി പാപ്പ എന്ന് പറഞ്ഞാൽ ഒരു മലബാറിലൊരു നാടൻ ശൈത്താനാണ്, പക്ഷെ കുറച്ച് കട്ടിയായ ശൈത്താനാണ്, ചെറിയ ശൈത്താൻ, ഭയങ്കര ശൈത്താൻ. മലബാറിലെ തറവാട്ട് ശൈത്താനാണ് ആര്? ചേക്കുട്ടി പാപ്പ. കട്ടിയാ, ഭയങ്കര കട്ടിയാ, കള്ളന. ചേക്കുട്ടി പാപ്പ ഭയങ്കര കള്ളൻ. ചേക്കുട്ടി പാപ്പ ചിരിക്കേണ്ടടുത്ത് ചിരിക്കും, കരടുത്ത് കരയും. കരയെന്ന് കണ്ടാൽ മുട്ടക്കയെന്ന് വിചാരിച്ചു. ചേക്കുട്ടി പാപ്പയെ കൂടിയ ആൾ പൊട്ടി കരയും. അള്ളാഹിനെ പറ്റി പറയുമ്പോൾ കരയും. അവൻ വിചാരിക്കും ഞാൻ മുഅ്മിനാണ്. ഒരിക്കലല്ല, ചേക്കുട്ടി പാപ്പ ഭയങ്കര കള്ളന. പിശാചുക്കളുടെ കൂട്ടത്തിൽ ഒരു ചതിയനായ ശൈത്താനാണ്, ഒരു വല്ലാത്ത ചതിയനാണ് ചേക്കുട്ടി പാപ്പ. ചതിയന. അപ്പൊ ഭാര്യ ചേക്കുട്ടി പാപ്പയെ ഉണ്ടാക്കിക്കുന്ന ആളാണ്. ചേക്കുട്ടി പാപ്പൻ്റെ ആളാണ്. ചേക്കുട്ടി ഏറനാട് വള്ളുവണ്ണാടിന്റെ പിശാചാണ് ചേക്കുട്ടി. അത് കണ്ണൂർ കഴിഞ്ഞാൽ ആലി ശൈത്താനാണ്. കണ്ണൂർ കഴിഞ്ഞാൽ ആലി ശൈത്താനാണ്. തൃശ്ശൂരിനിപ്പുറം ചേക്കുട്ടി പാപ്പയാണ്. കണ്ണൂർ വരും. കണ്ണൂർ കഴിഞ്ഞാൽ ആലി ശൈത്താനാണ്. ഇവിടെ ചേക്കുട്ടി എന്ന് പറഞ്ഞ ആൾ തന്നെയാണ്. കണ്ണൂർ കഴിഞ്ഞ കാസർഗോഡ് ഏകദേശം മംഗലാപുരം വരെയും മംഗലാപുരം ഏരിയയിലും ഏകദേശം ഉടുപ്പി വരെ അലിയാണ്. ആ ഭാഗങ്ങൾ ഇങ്ങനെ ഇവിടെ കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ ഒക്കെ അലി ശൈത്താൻ. കണ്ണൂരിന് ഇപ്പുറം നേരെ വന്നാൽ അത് ചേക്കുട്ടിയാണ്. ഏകദേശം തൃശ്ശൂർ വരെ ചേക്കുട്ടിയാണ്. ഇതൊക്കെ ഒരു ശൈത്താൻ, കട്ടി ശൈത്താൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ചേക്കുട്ടിക്ക് ഒരുപാട് ചരിത്രമുണ്ട്. ചേക്കുട്ടിയുടെ പിന്നിലെ ചരിത്രം പിന്നെ ഇപ്പൊ പറയുന്നില്ല. ഒരു ചരിത്രമുണ്ട് ചേക്കുട്ടി പാപ്പാക്ക്. അതിൽ വലിയ ആളുകൾ വഞ്ചിതനായി പോയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തി തരും. അതുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ആരാധിക്കും. ഏകദേശം AD 13-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിൽ മാത്രം എന്താ പറയുക, പൈശാചിക ആരാധനയുടെ പേരിൽ 100 കോടി ജനങ്ങളെയാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും അത് പോയില്ല. ഇപ്പോൾ അതിശക്തമായി നിലനിൽക്കുക. പിന്നീട് പറയും. പറഞ്ഞാൽ അത്ഭുതം തോന്നും, നിങ്ങൾക്ക് കേട്ടാൽ അത്ഭുതം തോന്നും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? വലിയ ആളുകൾ, ചെറിയ ആളുകളല്ല, വലിയ ആളുകൾ. പൗരാണിക കാലം മുതലേ ഉണ്ട്. ഫറോമാരുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കഴിഞ്ഞ്, ഫറോവരന്മാരുടെ ബാക്കിൽ ഒരു കൂമൻ ഇങ്ങനെ ഇരിക്കുന്ന ചിത്രമുണ്ട്. അധികാരികളായ ഫറോമാരുടെ മുഴുവനും അവരധികാരത്തിലിരിക്കുന്ന കാലത്ത് അവരുടെ ചിത്രത്തിന്റെ ബാക്കിൽ ഒരു കൂമനുണ്ട്. ഞാനത് ഈജിപ്തിൽ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഈ ചുമലിൽ ഇങ്ങനെ ഇരിക്കും. ഒരു കൂമൻ, ഇങ്ങനെ ഒരു മുങ്ങ ഇങ്ങനെ തല പൊക്കിയിട്ട്, അതായത് ഫറോവയുടെ തലയേക്കാൾ ഒരു ചാൺ പൊങ്ങിയിട്ട് നിൽക്കും. ആരുടെ തല? ഈ മൂങ്ങയുടെ, ഈ കൂമന്റെ തല. കൂമൻ പൈശാചികതയുടെ പ്രതീകമാണ്. ഈ ജനത പിശാചിനെ അണ്ടാതിക്കുന്നവരാണ്. അപ്പോൾ പൈശാചികത ആവാഹിച്ച ആളാണ് ഞങ്ങളുടെ രാജാവ് എന്നാണ് അതിന്റെ സിമ്പൽ. അതിന് സിംബോളിക്കായ ഒരു പ്രതിമയാണ്. ഇഷ്ടം പോലെ ഈജിപ്തിൽ പോയാൽ അത് ഈജിപ്ത് മാത്രമല്ല, നിങ്ങൾ പിന്നെ ഫറോമാരുടെ ചിത്രങ്ങളിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടംപോലെ കിട്ടും. അതായത് കൂമൻ ഒരു പിശാചിന്റെ പ്രതീകമാണ്. രാത്രിഞ്ചരനാണ് കൂമൻ. പിശാചും രാത്രിഞ്ചരൻ എന്നാൽ രാത്രി കാലത്ത് ഇറങ്ങി നടക്കുന്നു. കൂമൻ ഒരു രാത്രിഞ്ചരൻ. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഒരു വീട്ടുവളപ്പിൽ കൂടുതൽ ഇങ്ങനെ മൂടുന്നത് കേട്ടാൽ ആളുകൾ പറയും, ഇവിടെ അടുത്ത എവിടുന്ന ഒരാള് മരിക്കാനായി.
രാത്രിൻ്റെ ഇവിടെ ഇരുട്ടിന് കട്ടിക്കൂടിയാലുണ്ടാകുന്ന ഉപദ്രവത്തിനെ തൊട്ട് അള്ളാഹുവേ എന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ആയത്ത് ഖുർആനിലുണ്ട്. പകലിൻ്റെ ഉപദ്രവത്തിനെ തൊട്ട് എന്ന ആയത്ത് ഖുർആനിലില്ല. അപ്പൊ ഇവിടെ ഉള്ള പ്രശ്നം എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ എന്താ പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം എന്തെന്നാൽ അള്ളാഹു വിശ്വാസം. ഇനി ഈ വ്യക്തിക്ക് നരകത്തിനെ സ്വർഗത്തിനെ കുറിച്ചൊക്കെ ധാരണയല്ലേ ഉണ്ട്. പക്ഷേ കാര്യങ്ങൾ നടത്തിത്തരുന്നത് ആരാണ്? പിശാചാണ്. പിശാചിന്റെ ഗുണം പക്ഷേ പെട്ടെന്ന് കാര്യം, ആർക്കും പെട്ടെന്ന് കാര്യം നടത്തി കൊടുക്കാൻ പിശാചിന്റെ കഴിവ്. പിശാചിന്റെ കഴിവ് ആരുടേതാണ്? അള്ളാഹുവിന്റെ കഴിവ് തന്നെയാണ്. അള്ളാഹു റഹ്മാനാണ്. വഴിപ്പെട്ടവനും നൽകും, വഴിപ്പെടാത്തവൻ നൽകും. അതൊന്നും ഇവർ ചിന്തയില്ല. ഏതായാലും നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ലോക ചരിത്രം കണ്ടതിൽ ഭൂരിപക്ഷം ആളുകളും ഈ പിശാചിനെ ആരാധിക്കുന്നവരാണ്. കാരണം കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടും എന്നതാണ് കാര്യം. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നാൽ റബ്ബിനെ ഉറപ്പിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ റബ്ബുക്കും റബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, കാര്യങ്ങൾ നടത്തിത്തരുന്നവൻ ആരാണ്? അള്ളാഹുവാണ് എന്ന് ഖൽബിൽ ഉറപ്പിക്കണം. ഈ ഒരു പുരുഷൻ, ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭാര്യ എന്നെ ഉപദ്രവിക്കുമോ, അതെ ചേക്കുട്ടി പാപ്പാൻ ഉണ്ടായിരിക്കുന്ന ആളാണ്, ഉപദ്രവിക്കുമെന്ന് പേടിയാണ്. ഈ പേടി എവിടെ നിന്നുണ്ടാവുന്നതാണ്? അള്ളാഹുവിലുള്ള വിശ്വാസം ഇല്ല. നിങ്ങൾ മുഅ്മിനുകൾ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും മേലെ. ഖുർആന്റെ വാഗ്ദത്തമാണ്. ഖുർആൻ ഒരിക്കൽ തെറ്റു പറയും. അവിടെ മുതൽ എവിടെയും വരും. എന്താ മനുഷ്യനെ സംഭവിക്കുന്നത്? സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ് എന്ന ഉറപ്പ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥയായ ഒരാൾക്ക്, ഒരു ഉദ്യോഗസ്ഥക്ക് തൻ്റെ ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റണം കിട്ടണമെന്ന് കൊതിയുണ്ട്. ഈ സ്ഥാനക്കയറ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥ ചിലപ്പോൾ തൻ്റെ മേലുദ്യോഗസ്ഥന്റെ മുന്നിൽ തിന്മയായ കാര്യത്തിന് വെളിപ്പെടും. ഞാൻ ബിച്ചസിന് മാത്രമല്ല ലോകത്തിന് മുഴുവനും വരുന്ന ഒരു വിശ്വാസമില്ലായ്മയാണ്. ഇവിടെയാണ് ഇത് പൊളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ സ്ഥാനം നേടുന്നവർ അനവധി ആളുകളുണ്ടാവും. എന്നാൽ ഈ സ്ഥാനം അള്ളാഹു ഈ സ്ത്രീക്ക് വിധിച്ചതായിരിക്കും. ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും വിധിച്ച സ്ഥാനം കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ എന്ത് വേണം? അള്ളാഹുവിലുള്ള വിശ്വാസം. ഏറ്റവും കൂടുതൽ മനുഷ്യർ, സ്ത്രീകൾ വഴിതെറ്റി പോകുന്ന ഒരു ഭാഗം ഇത്തരമുള്ള രംഗങ്ങളാണ്. തൊഴിൽ, സ്ഥാനക്കയറ്റം, ഇതൊക്കെയാണ്. എന്താവർക്കും ഞാൻ വലിയ വിച്ചസിന് വരെ, അവർ മുതൽ ഇവിടെ താഴേക്കിടയിലുള്ള ആളുകൾ വരെയും അവർക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിലുള്ള വിശ്വാസമില്ല. ആ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, ഒരു വൻകരയിൽ ഒരു ചില്ലറ നൂറ്റാണ്ടുകൾ കൊണ്ട് 100 കോടി ജനങ്ങൾ ചുട്ടുകൊല്ല ചെയ്യപ്പെട്ടു. ചുട്ടുകൊല്ലയത് 100 കോടി ജനങ്ങളെ നിഷേധിക്കാൻ കഴിയില്ല. എൻ്റെ കയ്യിൽ ആയിരക്കണക്കിന് എവിഡൻസ് ഉള്ളത്. നിഷേധിക്കാൻ കഴിയില്ല. അവർ ശരിക്കില്ല. എന്നിട്ടോ പോയില്ല. എന്തുകൊണ്ട്? നിനക്കായിട്ട് പോയില്ല. എന്തുകൊണ്ട്? പിശാചിനെ ആരാധിക്കുന്ന ആളുകൾക്ക് ഇവിടെ സൈറ്റുകളുണ്ട്. ഞാൻ ഇന്നലെയും ആ സൈറ്റ് കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി പരസ്യങ്ങളുണ്ട്. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അവർ സ്കോട്ട്ലൻഡിലായിരിക്കും, ചിലപ്പോൾ അവർ ജനീവയിലായിരിക്കും, ചിലപ്പോൾ അവർ സ്വിറ്റ്സർലാൻഡിലായിരിക്കും, ചിലപ്പോൾ ബ്രിട്ടനിലായിരിക്കും, ലോകത്തെ ഏത് റൊമാനിയയിലായിരിക്കും, എവിടെയും ആയിരിക്കാം. നിങ്ങളെ കാര്യം പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് ഡോളർ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാര്യം നടത്തിയിട്ട് അങ്ങനത്തെ വലിയ വലിയ സൈറ്റുകളുണ്ട്. അവർ മാന്യമായി വസ്ത്രം ധരിക്കും, അവർക്ക് ഓഫീസിൻ്റെ ടൈ കിട്ടിയിരിക്കും. എന്താ ഒരു പണി? അഭിചാരം നടത്തി കൊടുക്കും. കൂടോത്രം. അവർ പിശാചിനെ ആരാധിക്കുന്നവർ വലിയ ആളുകൾ, വലിയ ബ്രിട്ടനിലുള്ളവർ, സ്കോട്ട്ലൻഡിലുള്ളവർ, സ്വിറ്റ്സർലാൻഡിലുള്ളവർ, ജനീവയിലുള്ളവർ, ലോകത്തിന്റെ നാനാഭാഗത്ത് വലിയ ആളുകൾ ഈ ആധുനിക 21ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ട് കാര്യം പെട്ടെന്ന് പിശാച് നടത്തി കൊടുക്കും? സത്യത്തിൽ നാടൻ പിശാചുകൾ വളരെ കുറവാണ്. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ പിശാചിനെ ആരാധിക്കുന്നവരെ തെരഞ്ഞു പിടിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ വകുപ്പുണ്ട് സർക്കാർ. നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ സ്ഥിരമായി മജ്‌ലിസുന്നൂർ നടത്താറുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം പോലീസ് അറിയിച്ചു, ഇനി മുതൽ അതിവിടെ നടത്തരുത്. എന്താ അങ്ങനെ? ഒന്നുമല്ല, നിങ്ങൾ അതൊരു ആത്മീയ ചികിത്സ, നിങ്ങൾ അങ്ങനെ ചൂഷണം ചികിത്സ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ട് നടത്തരുത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ മജ്‌ലിസുന്നൂർ. അപ്പോൾ പറഞ്ഞു, അതൊരു പള്ളി കമ്മിറ്റി നടത്തുന്നതിൽ സർക്കാരിന് വിരോധമല്ല, മദ്രസ കമ്മിറ്റി നടത്തുന്ന വിരോധമല്ല, നിങ്ങൾ വീട്ടിൽ നടത്തരുത്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് അതിൻ്റെ പിന്നിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ആത്മീയ ചികിത്സ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ട്. പോലീസ് ശരിയായിരിക്കാം, പോലീസിന് ആരോ ഒറ്റി കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ ഒറ്റി കൊടുക്കുന്ന സംഘടനകളും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നടത്തുന്ന എന്താ? ഇയാൾ സാധുവാ, ഇയാളെ തൊഴിൽ അഭിചാരമൊന്നുമില്ല, പാവാ. ഇയാൾ അങ്ങനെ കൃത്യമായി മജ്‌ലിസുന്നൂർ നടത്തും. അയാളെ വീട്ടിൽ നടഞ്ഞു
അതേ സമയത്ത് വൻ തോക്കുകൾ ഇതിനേക്കാൾ ഭയാനകമായ കാര്യം നടത്തും. അത് പിടിക്കപ്പെടുകയുമില്ല. അതിന് നിയമമുണ്ടെങ്കിലും ആ നിയമം അവിടെ പ്രാവർത്തികമാക്കപ്പെടുകയും ഇല്ല. എന്തുകൊണ്ട്? പല ഉന്നതന്മാരും ഇവരുടെ അടിമകളായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ ആകത്തുക നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കാത്ത കാലത്തോളം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂല. 1. 2, എൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കണം എന്ന വാശിയും നമുക്കുണ്ടാകരുത്. അല്ലാഹു റബ്ബാണ്. അപ്പൊ ഇന്ന് രാവിലെ കുട്ടിക്ക് കൊടുക്കാനുള്ള മാവ് കലക്കി വെച്ചിട്ടുണ്ട്, അതിൽ ശർക്കര ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നെയ്യപ്പം ചുട്ടു കൊടുക്കണം. ഉമ്മ മാവ് കലക്കി അതിൽ ശർക്കര ഇട്ടു, അങ്ങനെ ഊറാൻ വെച്ചു. അതങ്ങനെ കിടക്കും. രാവിലെ നെയ്യപ്പം ചുട്ടു. രാത്രി 11 മണി 1 മണിക്ക് മൂത്രിക്കാൻ എണീറ്റ കുഞ്ഞുമോൻ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് 2 നെയ്യപ്പം ചുട്ടേരി. ഉമ്മ നെയ്യപ്പം ചുട്ടു കൊടുക്കില്ല. എന്തുകൊണ്ട്? 9 മണിക്ക് മൂക്കറ്റം തിന്നോനവൻ. ഇനി ഇവൻ ഈ നേരത്തിൽ നെയ്യപ്പം ചുട്ടു കൊടുത്താൽ അതവന്റെ ബോഡിക്ക് കേടാ. ഏറ്റവും ചുരുങ്ങിയവൻ കണ്ണും മിനിച്ച് എണീറ്റ് ക്ലിയറായി വന്ന 8, 9 മണിയായ ഏകദേശം ഒരു 12 മണിക്കൂർ അതിൻ്റെ ഇടയിൽ കാലി കിട്ടും. അത് പോയി നിർബന്ധം, അല്ലെങ്കിൽ അത് എൻ്റെ കുട്ടിക്ക് കേടാ. ഇതാർക്കറിയും? അമ്മക്കറിയും. അതുകൊണ്ട് നെയ്യപ്പം ചുരുക്കില്ല. ഒരിക്കലും ദ്രോഹിയല്ല. ഇവനെ എമ്പോഴും കരഞ്ഞ് അവന്റെ കട്ടിൽ പോയി കമയിന്ന് കടന്ന് കരഞ്ഞിട്ട് ഉറങ്ങും. അതിനിടയ്ക്ക് എങ്ങാനും അവന്റെ പുറത്തേക്ക് ആരില്ലട മോനെ, നേരം വിളിച്ചാൽ നിനക്കുന്നതിനുള്ളല്ലേ എന്ന് പറഞ്ഞാൽ കൈ വെച്ചാൽ കൈ പ്യാനഫിൻ വളരെ പരുഷമായിട്ട് പോയി വേറെ എന്ത് പണി നോക്കി. ഇവനെന്താ വേണ്ടേ? നേരം വിളിത്താൽ ഇത് എന്താണ്? നേരം വിളിത്താൽ ഇവനുള്ള നിയമം തന്നെയാണ്. പക്ഷെ എന്റെ ഉമ്മ കൊടുക്കാത്തത് മക്കളെ തൈമാവില്ലിൻ നാട്യത്തെ പഴം വീഴുകെ അമ്മ തന്നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ 4 മാസത്തിന് മുമ്പിലേകം ഏറെ നാൾ കൊതിച്ചിട്ടി ഫലമാകന്ധം തുണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ചപ്പോ അമ്മലർ ചണ്ടൊന്നൊടിച്ചഹ്ലാദിച്ചടുത്തെത്തി തുടിച്ചു മാടാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞു പോ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുങ്ങിനി. വൈലോപ്പള്ളിയുടെ കവിതയായിട്ട് മാമ്പഴം. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിലുണ്ട്. ഞാൻ ആഫ്രിക്കയിൽ സഞ്ചരിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ഒരു ക്ലബിൽ എനിക്കൊരു വിരുന്ന് നൽകി. അപ്പോൾ കുറേ മലയാളികളാണ് ആ വിരുന്ന് നൽകിയത്. ആ വിരുന്നിൽ ഞാൻ വൈലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കവിത ഞാനൊന്നിങ്ങനെ വായിച്ചു. എന്നിട്ട് അല്പം വിശദീകരിച്ചപ്പോൾ ആ സദസ്സിലുള്ള ആളുകളൊക്കെ മലയാളത്തിന് ഓർത്ത് കരഞ്ഞുപോയി എന്നൊരു ഭാഗം ഒരു ദേശത്തിൻ്റെ കഥയിൽ എസ് കെ പൊറ്റക്കാട് പറയുന്നുണ്ട്. മലയാളികളെ ഏറെ കരയിപ്പിച്ച കഥയാണ് മാമ്പഴം. അതായത് കണ്ണിമാങ്ങ വിരിഞ്ഞപ്പോൾ കുട്ടി അടിച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു പടലം കൊണ്ട് ഓടി വന്നപ്പോൾ അമ്മ ആക്ഷേപിക്കുക, ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നനീ എന്ന് പറയാം. എന്താണ് നീ ചെയ്യുന്നത്? എന്നല്ലേ മാമ്പഴം പെറുക്കേണ്ടത്? ചിലപ്പോൾ 10, 20, 25 കണ്ണിമാങ്ങയിലുണ്ടാവും. അതിൽ ഓരോ മാങ്ങയും വയറ് നിറയും. അതിപ്പോൾ തിന്നണ ഇതാർക്കറിയും? അമ്മക്കറിയും. ആർക്കറിയൂല? കുട്ടിക്കറിയില്ല. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തവർ ഞങ്ങളെ മാമ്പഴം പെറുക്കാൻ വരൂല, എനിക്ക് ഞങ്ങളെ മാങ്ങയും ദേഷ്യപ്പെട്ടു. ആര്? കുട്ടി അമ്മയോട്. പിന്നെ കുട്ടി മരിച്ചുപോയി. അതുകൊണ്ടാണ് 4 മാസം കഴിഞ്ഞിട്ട് ഉണ്ണികൾ ഇത് മാമ്പഴം വീഴുമ്പോൾ അമ്മ കരയുന്നത്. സങ്കട തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക നേത്രത്തിൽ നുതിർന്നു ചുടുകണ്ണീർ. എന്താ കാരണം? 4 മാസം മുമ്പ് ഇത് ഒടിച്ചു വന്നപ്പോൾ കുട്ടിയോട് ശകാരിച്ചിട്ടുണ്ട്. കുട്ടി അപ്പോൾ എന്ത് പറഞ്ഞു? നിങ്ങളെ മാമ്പഴം ഞാൻ പെറുക്കാൻ വരില്ല. വാക്കുകൾ കൂട്ടി ചൊല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യൂ ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഇതാണ് അവസാനത്തെ. അതായത് മര്യാദയ്ക്ക് വാക്ക് കൂട്ടി പറയാൻ പോകാൻ കഴിയാത്ത കുട്ടി എന്ത് പറയുന്നുണ്ട്? നിങ്ങളെ മാങ്ങ പെറുക്കാൻ ഞാൻ വരില്ല. പറഞ്ഞത് സംഭവിച്ചു. ദൈവജ്ഞരല്ലോ നിങ്ങൾ, ദൈവത്തിന്റെ ജ്ഞാനമാണല്ലോ നിങ്ങളെ വിവരം. എന്നാണ് അവസാനത്തെ വരി. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഇതാണ് അവസാനത്തെ വരി. അവിടെ ഇപ്പോ എന്താ സംഭവം? കുട്ടിക്കറിയാത്ത ഒരു കാര്യം അമ്മക്കറിയാം. ഇതൊരു ചെറിയ ലളിതമായ മറുപടിയാണ്, ഉത്തരാണ്. അതിനപ്പുറത്തേക്ക് പറയാൻ ന്യായമില്ല. എന്തുകൊണ്ട്? സൃഷ്ടി ഒരിക്കലും സ്രഷ്ടാവിനോട് ഒരു നിലക്കും ഉപമിക്കാൻ പറ്റൂല. സൃഷ്ടി സൃഷ്ടിയാണ്, സ്രഷ്ടാവ് സൃഷ്ടാവന, സ്രഷ്ടാവ് പൂർണ്ണന. അൽ മുസ്തജിമ ജമീഅ സിഫാത്തിൽ കലാം കമാൽ. എല്ലാ പൂർണ്ണതയും ഒത്തവനാണ് ആര്? സ്രഷ്ടാവ്.
സൃഷ്ടി ദുർബലൻ, എന്താണെങ്കിലും ദുർബലൻ. അപ്പൊ നമ്മളിവിടെ വളരെ ഗൗരവമായി പറയുന്നത് ചിന്തിക്കണം. മനുഷ്യന് ഉള്ള പ്രശ്നം എന്താ? മനുഷ്യന് അള്ളാഹുവിൽ ഇതാണ് ചിന്തിക്കുന്നത്. എന്റെ കാര്യം ഞാൻ അള്ളാഹിനോട് പറഞ്ഞു, ഇനി നടക്കുമ്പോൾ നടക്കും. ചിലത് നടക്കൂല, അത് നടക്കേണ്ടതാവൂല. ചിലത് നടക്കേണ്ടതാവൂല. ഇപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു സമാപനം നമ്മൾ പറഞ്ഞത് എന്താ? അത് പുറത്തറിയേണ്ട കാര്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കത് പുറത്തു വരുന്നത് ഖൈറായിരിക്കും, നിങ്ങൾക്കത് ഷർറായി തോന്നും. പക്ഷെ ഫഹുവ ഖൈറുൽ ലക്കും, അതിന്റെ സമാപനത്തിൽ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. നിങ്ങൾ ആഗ്രഹത്തിൽ ഖൈറാണ്, പക്ഷെ യഥാർത്ഥത്തിൽ അല്ലാഹു എന്തിന്റെ കൂടെ നിൽക്കും? നിങ്ങളെ ഖൈറിന്റെ കൂടെ. നിങ്ങൾക്ക് അത് ഖൈർ മനസ്സിലായില്ലേ? അത് അപ്പോൾ വരുന്നത് നിങ്ങൾക്ക് ഷർറായിരിക്കും, അല്ലെങ്കിൽ അത് അപ്പോൾ വരുന്നത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. ഞാനൊരിക്കല് വിദേശത്തിലെ എയർപോർട്ടിലിരിക്കും, അവിടെ നിന്ന് അങ്ങനെ ഓർമ്മയില്ലേ, അപ്പൊ ഒരാൾ വന്ന് ഇങ്ങനെ അടുത്തി എന്താ വെച്ചാൽ ഞാൻ ഇവിടെ അടുത്ത് സൗദിയിൽ എവിടെയൊന്നും ഓർമ്മയില്ല എനിക്ക്. അത് 10-20 കൊല്ലം മുമ്പ് ഇവിടെ ജോലി ചെയ്യുന്ന ഉണ്ട്, നല്ല ശമ്പളമുണ്ട്, കാര്യമൊക്കെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഒന്നുമല്ല, ഞാൻ അടുത്ത് വരാനുള്ള ഒരു കാരണം എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. എന്ത് നിങ്ങളെ നാട് വഴിക്ക് നിലമ്പൂർ ഭാഗത്ത് ഞാൻ എന്താ പറയുക, ഞാൻ അടവിന് സാധനങ്ങൾ കൊടുത്തിരുന്നു, അത് പിന്നെ പൊളിഞ്ഞുപോയി. അതുകൊണ്ടാണ് അല്ലാഹു തആല എനിക്ക് ഈ നിഅമത്തൊക്കെ ചെയ്തത്. നിങ്ങളുടെ നാട്ടിൽ ഞാൻ കസേര, കാബിനറ്റ്, മേശ, ഇങ്ങനെ ജാതി സാധനം നിലമ്പോലും കിടക്കരകളിലായി ഇങ്ങനെ ഭാഗങ്ങൾ മുത്തട അങ്ങനെ ഭാഗങ്ങളിലൊക്കെ അടവിന് കൊടുക്കും. ആ അടവിന് കൊടുത്ത ആളുകളൊന്നും പിന്നെ പൈസ തരില്ല. അങ്ങനെ എൻ്റെ കച്ചവടം പൊളിഞ്ഞു. അവസാനം ഞാൻ നാട്ടിൽ നിന്ന് മുങ്ങി. ഞാൻ കൊടുക്കാനുള്ളതൊന്നും കൊടുക്കാൻ കഴിയാതെ മുങ്ങി നാട് വിട്ട് ബോംബെയിലൊക്കെ വന്ന് അങ്ങനെ കയറിയിട്ട് ഞാൻ ഗൾഫിൽ. ഇപ്പം അള്ളാഹുവിൻ്റെ സഹായത്താൽ ഞാനൊരു സ്ഥാനത്തെത്തിപ്പോൾ അൽഹംദുലില്ലാഹ്, നല്ല ശമ്പളം, കാര്യം, വലിയ വരുമാനം, നാട്ടിലെ കുറച്ച് ഭൂമിയും സ്വത്തൊക്കെ വാങ്ങി എല്ലാ റാഹത്തിലാണ്. നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം അറിയിക്കാൻ വേണ്ടി നാട്ടിൽ നമ്മളെ കച്ചവടം പൊട്ടിച്ചെന്നുകൊണ്ടാണ് നമ്മൾ നല്ല നിലവാരത്തിലെത്തിയത്. ഈ കച്ചവടം പൊട്ടിയ കാലത്ത് ഒരു മൂത്തേർത്തേരനെ കണ്ടിരുന്നെങ്കിൽ അയാളതുകൊണ്ട് ഇപ്പൊ പിന്നെ സന്തോഷം അൽഹംദുലില്ലാഹ്. അതായത് സന്തോഷത്തിന് കാരണം എന്താ? ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലും പൊരയില് മര്യാദയ്ക്ക് ഈ കൊടുക്കുന്ന പൈസ കിട്ടിയാലല്ലേ, പൊരയില് ലാഭം കിട്ടിയാലല്ലേ ചെലവിന് ഇത് മുതലെന്ന് കിട്ടാൻ എന്ത് ചെയ്യും? അപ്പൊ പൊരയിൽ ചെലവ് നടത്താൻ വരെ ബുദ്ധിമുട്ടിയിരുന്ന അവസാനം ഇത് കടം വാങ്ങിയിട്ട് മുങ്ങിപ്പോയി. അവസാനം വന്ന് ആരും അറിയാതെ മുങ്ങിയിട്ട് നാട് വിട്ടു. അങ്ങനെ ബോംബെ കയറി. ബോംബെ പോയിട്ടാണ് ഇങ്ങനെ കുറച്ച് നിന്ന് എവിടുന്നെങ്കിലും മിസ് കിട്ടി ഒപ്പിച്ച് പോകലാം. ഇപ്പൊ നല്ല പൊസിഷനിലെത്തിയപ്പോൾ ഏർപ്പാടുണ്ട്, കാര്യമുണ്ട്, നല്ല വരുമാനമുണ്ട്, എല്ലാം എല്ലാ നാട്ടിലും വലിയ റാഹത്തിലാണ്. അപ്പൊ നിങ്ങളോട് സന്തോഷം പറയാം. ചില സന്ദർഭത്തിൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അത് വെറുപ്പുണ്ട്, പക്ഷേ നിങ്ങൾക്കത് വെറുപ്പുണ്ട്. അതേ സമയത്ത് അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. എന്താണെങ്കിലും റബ്ബാണ്, ഒരു പേടിന് പേടിക്കണം. എന്ത് പേടിക്കണം? എന്ത് പേടിക്കണം? എന്തിനു പേടിക്കണം? ഇതാണ് റബ്ബുക്കും റബ്ബു ആബായിക്കും അവ്വലീൻ. ഈ റബ്ബ് എന്ന വിശ്വാസത്തിൽ അത് ശക്തവും. ചിലപ്പോൾ നമുക്ക് അല്ലാഹു കടം തരും, നമ്മൾ അനാവശ്യമായി കടം വാങ്ങും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കൊടുക്കാൻ കഴിയാതെ കടം വാങ്ങരുത് ഇസ്ലാമിന്റെ നിയമം. അയാൾക്ക് യാചിക്കാം. കൊടുക്കാൻ കഴിയില്ല എന്നൊരാൾക്ക് ധാരണയുണ്ടെങ്കിൽ കടം വാങ്ങരുത്. അപ്പൊ വാങ്ങുന്ന സമയത്ത് കൊടുക്കാൻ കഴിയുമെന്ന് ധാരണ ഉണ്ട്, പക്ഷെ പിന്നീട് ആ ധാരണ നഷ്ടപ്പെട്ടു. അപ്പൊ ഇതിനിവിടെ എന്തായി? കടം വന്നല്ലോ. 5 വക്ത് നിസ്കരിച്ച് പൊട്ടി കഴിയുന്ന മനുഷ്യന് കടത്തോട് അങ്ങനെ സംഭവിക്കും. എന്തേ? അതിലൊരു ഖൈറുണ്ടാവും, എന്തൊരു ഖൈറുണ്ട്. കാരണം ഇത് ആരാണ് നിയന്ത്രിക്കുന്നത്? അല്ലാഹുവാണ് നിയന്ത്രിക്കും. ഒറ്റ പേടിക്കും, ഒരു പേടിയും പേടിക്കണം. അതുകൊണ്ടാണ് അപ്പോൾ മുഅ്മിനായ മനുഷ്യൻ ഫർഹാനാണ്, സന്തുഷ്ടൻ, എപ്പോഴും സന്തുഷ്ടൻ. അജബല്ലി അംരിൽ മുഅ്മിനി. കാരണം അവന്റെ കാര്യം നിയന്ത്രിക്കാൻ ഒരാളെ കിട്ടിയാൽ പിന്നെ പേടിക്കണ്ടല്ലോ. കാര്യം നിയന്ത്രിക്കുന്ന ആരാ? അല്ലാഹു. നഷ്ടം വന്നു, എന്ത് പ്രശ്നമുള്ളത്? നഷ്ടം എന്ത് പ്രശ്നമുള്ളത്? അള്ളാഹുവിന്റെ തഖ്ദീർ പോലെ. അള്ളാഹുവിന്റെ തഖ്ദീർ എന്താണോ അത് നടക്കും. എന്താ തഖ്ദീർ അത് നടക്കുന്ന പേടിക്കണ്ട, നടക്കും. അള്ളാഹു എന്താണോ തഖ്ദീറാക്കി അതേ നടക്കേണ്ടതുള്ളൂ. ചിലപ്പോൾ നമുക്ക് ലാഭമായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും, ചിലപ്പോൾ നമ്മൾ മരിച്ചു. വലിയ തലപ്പാവ് കൊണ്ട് നടക്കും ചില മുഅ്മിനീങ്ങളായ ആളുകൾ. വലിയ തലപ്പാവ് പഴയ കാലത്ത് പണ്ട്. എന്തിനാണത്? ഏത് സമയവും കഫൻ ചെയ്യാൻ പറ്റും, സാധനം കയ്യിലുണ്ടാവും.
കഫൻ ചെയ്യാൻ കുറയരുത്. യുദ്ധത്തിന് പോകുമ്പോഴും അവരെ കയ്യിൽ വലിയ തലപ്പാവ് ഉണ്ടാവും. എന്തുകൊണ്ട്? ആ തലപ്പാവ് സുന്നത്ത നിലയിൽ കിട്ടും. ഇനി അത് പെട്ടെന്ന് മരിച്ചുപോയാൽ കഫൻ ചെയ്യാൻ വേറെ വസ്ത്രം വേണ്ട, വസ്ത്രം കയ്യിലുണ്ട്. അതായത് ഒരുങ്ങി നടക്കുകയാണ്. എന്തിന്? മരിക്കാന്. മരണത്തിന് വേദന അവർക്ക് ഉണ്ടാവില്ല. മരണത്തിന് വേദന കക്രിസ്തത്തിനാണ് ഹബീബായ നബി പറഞ്ഞത്. മുഅ്മിനായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗിയായ ഒരു മനുഷ്യന്റെ മരണത്തിന് ഒരു ഉറുമ്പിന്റെ വേദന ഉണ്ടാകുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സക്രാത്തുൽ മൗത്ത് ഫി ഹഖിൽ മുഅ്മിൻ മൻ യുജാഹിദു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സക്രാത്തിന്റെ വേദന കക്രിസ്തത്തിൻ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന, ഒരു വേദന ഉണ്ടല്ലോ. എന്നാലും അസഹനീയ നോവ്. മുഅ്മിനായ മനുഷ്യന്റെ മരണവേദന അങ്ങനെയായിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. اللهم اجعلنا منهم 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 امين برحمتك يا ارحم الراحمين. അയൽപ കൊല്ലും. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ കൊണ്ടുപോയിട്ട് കഷ്ണം വെട്ടി കൊല്ലല്ലേ, കഷ്ണം വെട്ടി ഭരണിയിൽ ഉപ്പ് നിറച്ച് ഉപ്പിലിട്ട് കോഴിക്കോട്ടെ കഴിച്ചു. രാജ്യത്തിന് സത്യത്തിൽ ഒന്നാണ്, അതുകൊണ്ട് മാത്രമാണ് പോർച്ചുഗൽ. കുഞ്ഞാലി മരക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ, കുഞ്ഞാലി മരക്കാർ ഇല്ലെങ്കിൽ ഇന്ന് മലയാളം ഉണ്ടാവില്ല. പോർച്ചുഗീസിന്റെ കോളനിയായ രാജ്യങ്ങളിൽ എവിടെയൊക്കെ പോർച്ചുഗീസ് കയറിയിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ ഭാഷ വരെ ഇല്ലാതെയാക്കിയിട്ട് അവർ പോർച്ചുഗീസ് ഭാഷ സംസാരിപ്പിച്ചിട്ടുണ്ട്. അവരെ മുഴുവനും സംസ്കാരങ്ങൾ നശിപ്പിച്ചു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അനവധി രാജ്യങ്ങളുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യം. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പോർച്ചുഗീസ് കയറി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ മായൻ ഇൻകാം സംസ്കാരമാണ് ലാറ്റിൻ സംസ്കാരം. ആ മായൻ ഇൻക സംസ്കാരത്തെ നശിപ്പിച്ചു, അവരുടെ മായൻ ഭാഷയെ നശിപ്പിച്ചു. ഇന്ന് ആ ഭാഷ പോർച്ചുഗീസ് കോളനികളിൽ ഇല്ല. പോർച്ചുഗീസുകാർ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ നാട്ടിലെ ഭാഷ ഇല്ലാതെ. കുഞ്ഞാലി മരക്കാർ ഉണ്ടായത് കൊണ്ടാണ് എന്ത് നിലനിന്നത്? മലയാള ഭാഷ. ആ ഒരു ആദരവൊന്നും കേരളം കുഞ്ഞാലി മരക്കാർക്ക് നൽകിയില്ല. മലയാള ഭാഷ നിലനിർത്തിയത് കുഞ്ഞാലി മരക്കാർ. എന്നാൽ മലയാള ഭാഷ ദിനത്തിൽ പോലും അനുസ്മരിക്കപ്പെടാത്ത ഒരു യോദ്ധാവ് ഉണ്ടെങ്കിൽ അത് കുഞ്ഞാലി മരക്കാർ. പോർച്ചുഗീസുകാർ അദ്ദേഹത്തോടുള്ള ദേഷ്യം കാരണം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഗോവയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ പീസായി വെട്ടി, എന്നിട്ട് ഉപ്പിലിട്ടു, എന്നിട്ട് കോഴിക്കോട്ടും ചാരിയത്തും പ്രദർശിപ്പിച്ചു. അതൊന്നും ഒരു സത്യവിശ്വാസിക്ക് വേദന ഉണ്ടാക്കില്ല, കണ്ടവർക്ക് വേദന ഉണ്ടാക്കും. ചരിത്രം വായിച്ചവർക്കും ഹൃദയമുണ്ടെങ്കിൽ വേദന ഉണ്ടാകാം, പക്ഷേ യോദ്ധാവിനെ വേദന ഉണ്ടാക്കില്ല. എന്തുകൊണ്ട്? അള്ളാഹു അവർക്ക് ഒരു ഉറുമ്പ് കടിയുടെ വേദന കൊടുക്കും. കാരണം അവൻ റബ്ബാണ്, അവൻ സംരക്ഷകനാണ്. വളരെ സത്യമാണ്. എപ്പോഴെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു, ആരെങ്കിലും ആലോചിച്ചു? മലയാളത്തിലെ ഒരു ഭാഷാ ചിന്തകൻ ആരെങ്കിലും ആലോചിച്ചു? വാസ്കോ ഡി ഗാമ വന്നപ്പോൾ ആദ്യമായി ചെയ്തെന്താ? ഒന്നാം വരവ് കഴിഞ്ഞ് രണ്ടാം വരവ്. AD 1502 രണ്ടാം വരവ്. എന്താ ചെയ്തത്? ഹജ്ജിന് പോയി തിരിച്ചു വരുന്ന കപ്പലുകൾ മുക്കി. അവരെ കയ്യിൽ ഇഷ്ടംപോലെ സ്വർണ്ണം ഉണ്ട്, ഞങ്ങൾ സ്വർണം തരാന്ന് പറഞ്ഞു. വേണ്ട, സ്വർണ്ണം വേണ്ട. പോർച്ചുഗീസുകാരുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണനെ അയച്ചു. സാമൂതിരി രാജാവ്. ഹജ്ജിന് പോയി വരുന്നവരാണ്, അവരെ കൊല്ലരുത്. ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ബ്രാഹ്മണനെ അയച്ചു. ബ്രാഹ്മണൻ ഗുരുവല്ലേ, ബ്രാഹ്മണനെ ഉപദ്രവിക്കൽ ദൈവദ്രോഹമാണ്. അപ്പോൾ പാവം സാമൂതിരി വിചാരിച്ച എന്താ? ചെയ്യൂലാണ്. ബ്രാഹ്മണനെ ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല, ബ്രാഹ്മണന്റെ ചെവി പോലും ചെവി ചെത്തി. പട്ടിയെ കൊന്നിട്ട് ബ്രാഹ്മണന്റെ ചെവിയിൽ കെട്ടിത്തുക്കി. നിർദ്ദയം കൊന്നു, നിർദ്ദയം. ആ ആദ്യത്തിന് പോയി വരുന്ന കപ്പൽ മുഴുവൻ മുക്കി. ആര്? വാസ്കോ ഡി ഗാമ. ആ വാസ്കോ ഡി ഗാമക്ക് സ്മാരകമുണ്ട് കേരളത്തിൽ. എന്നാൽ കുഞ്ഞാലി മരക്കാർ അറിയപ്പെടുന്നേയില്ല. കുഞ്ഞാലി മരക്കാർ എന്ന പേരിൽ ഒരു ഫിലിം ഉണ്ടാക്കിയതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല കുഞ്ഞാലി മരക്കാർ പ്രശ്നം. മലയാള ഭാഷ നിലനിർത്തിയത് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ എന്നൊരാൾ ഇല്ലായിരുന്നുവെങ്കിൽ മലയാള ഭാഷ ഇന്നില്ല. എന്തുകൊണ്ട്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എപ്പോഴെല്ലാം പോർച്ചുഗീസ് കയറിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ സംസ്കാരം നശിപ്പിക്കും, ആ രാജ്യത്തിന്റെ ഭാഷ തകർക്കും. അവസാനം വരെ പൊരുതി മരിച്ചു. ആര്? കുഞ്ഞാലി എന്നാൽ മരിച്ചെങ്കിലും മലയാള ഭാഷ നിലനിന്നു. മൊന ഒടിഞ്ഞു. ആരുടെ? പോർച്ചുഗീസ് തിരിച്ചുപോയി. ആദ്യം വന്നതും പോർച്ചുഗീസുകാരാണ്, എളുപ്പം തിരിച്ചുപോയതും പോർച്ചുഗീസുകാരനെ. ഒന്നും ശേഷിക്കാത്തതും പോർച്ചുഗീസ്. കുറച്ച് പറങ്കിയണ്ടി ഉണ്ട് എന്നല്ലാതെ ബാക്കിയൊന്നുമില്ല. കശുവണ്ടിക്ക് എന്നല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഒന്നുമില്ല. കുറച്ച് കപ്പ കൊണ്ടുവന്നതും
അവരെന്നെയാ കപ്പുണ്ടെന്നവരാ. അല്ലാതെ ഈ കപ്പലണ്ടിയും ഈ മരിച്ചീനിയും അല്ലാതെ ഒന്നും ഇപ്പോൾ കേരളത്തിലില്ല. പോർച്ചുഗീസിന്റെ വക്കീൽ എന്തുകൊണ്ടില്ല? കാരണം കുഞ്ഞാലിമരക്കാർ. എന്നാൽ ഈ കുഞ്ഞാലിമരക്കാർ പീസായി കൊല ചെയ്യപ്പെട്ടത്. പക്ഷേ നന്മയുടെ മാർഗത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെടുമ്പോൾ കാണുന്നവർക്ക് അത് വിഷമമാണെങ്കിൽ പോലും ആ മനുഷ്യന്റെ വേദന ഒരു ഉറുമ്പ് കടിയുടെ വേദനമേ ഉണ്ടാവൂ എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അവിടെ പറയാൻ കാരണം എന്താ? കാണുന്നവന് പ്രശ്നമായിരിക്കും, പക്ഷെ അനുഭവിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ റബ്ബ് എന്നൊരാളുണ്ട്. ഒരാളുടെ വിഷമം നമുക്ക് ദാരിദ്ര്യമായി തോന്നും, അയാൾക്കത് സന്തോഷമാണെങ്കിലോ. ഒരാളുടെ വിഷമം നമുക്ക് ദാരിദ്ര്യമായി അനുഭവപ്പെടും, അയാൾക്കത് സന്തോഷമാണെങ്കിലോ അയാൾക്കത് അങ്ങനെ കൊടുക്കും. ഒരാൾക്ക് രാവിലെ ഭക്ഷണം കിട്ടിയില്ല, രാത്രി നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. രാവിലെ ഭക്ഷണം കിട്ടിയില്ല, അപ്പോൾ നമ്മൾ അവരൊന്നും തിന്നിട്ടില്ല അയാൾ എന്നാ പറയാ. അല്ലാഹു റബ്ബാണ്. എന്തുകൊണ്ട്? അയാൾ ബോഡിക്ക് നല്ലതാണ്. ഇന്നലെ നല്ലൊരു ഭക്ഷണം കഴിച്ചു, ഇതുകൊണ്ട് ഇനി വൈകുന്നേരം എന്തെങ്കിലും കിട്ടിയാൽ മതിയോ? അതാണ് അയാൾ ആരോഗ്യത്തിന് കാരണം. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ബോഡി ക്ലിയറായി. എന്തുകൊണ്ട്? അവൻ റബ്ബാണ്. നമ്മൾ ഒന്നും തിന്നിട്ടില്ല. പക്ഷേ അത് അയാൾക്ക് ഹൈറാണ്. അല്ലാഹു റബ്ബാണ്. ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? റബ്ബുക്കും റബ്ബ്. നിങ്ങളുടെ മുമ്പുള്ളവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചവരാൻ തന്നെയാണ് അല്ലാഹു. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കണം ആരെന്നെയാ? അല്ലാഹു. നമ്മൾ ഈ അകപ്പെട്ട് പോയ കാര്യത്തിൽ ബേജാറാണ്. ചിലപ്പോൾ അത് ഹൈറ, ചിലപ്പോൾ നല്ല. അതെന്തായി തീരും? ഹൈറായി തീരും. നമ്മൾ ആൾക്ക് വിട്ടുകൊടുക്കണം. അതേസമയത്ത് ഈ ഒരു ചിന്ത പിശാചിന് ആവശ്യം ഇയാളെ വരുതിയില്ല. പിശാചിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ഖൈർ കൊണ്ട് പിശാച് മനുഷ്യനെ സ്നേഹിച്ചതായി നടിക്കും. അല്ലാഹു അവനാണ് കഴിവുള്ളവൻ, അവനാണ് ശക്തൻ, അവനാണ് പൂർണ്ണൻ. മറ്റുള്ളവരെല്ലാം അപൂർണര്. ആരാണെങ്കിലും അപൂർണരാ, മറ്റുള്ളവരെല്ലാം അപൂർണരാ. ഒരാൾ മാത്രമാണ് പൂർണ്ണൻ, അല്ലാഹുവാണ്. അവനാണ് ഏകനായ രക്ഷിതാവ്. ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും ഇനി അത് ലഭിച്ചു നോക്കുക, അത് ഗുണമാണ്. ഒരിക്കലും അല്ല. ഇനി ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും മനുഷ്യൻ ലഭിച്ചു, അത് നേട്ടമാണോ? ഒരിക്കൽ നേട്ടമല്ല. യൂറോപ്പിൽ നിന്ന് ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ട്, നേട്ടമാണ്? ഒരിക്കൽ നേട്ടമല്ല. എന്തുകൊണ്ട്? ആത്മീയമായ വശത്തെ അത് തകർത്ത് തിരിപ്പണാക്കി, ആത്മീയതയെ ഇല്ലാതെയാക്കി, യഥാർത്ഥ ദൈവചിന്തകൾ ഇല്ലാതെയാക്കി. പിന്നീട് അവരുടേതായ ചില താല്പര്യങ്ങൾ അതിൽ കടത്തിക്കൂട്ടി. അത് ഏതൊരാളാണെങ്കിലും അങ്ങനെയാണ്. പൂർണ്ണമായി അല്ലാഹുവിനെ വിട്ടുകൊടുക്കും. ഭൗതികമായ സൗകര്യങ്ങൾ മനുഷ്യനെ പ്രത്യക്ഷത്തിൽ ആനന്ദം നൽകുമെങ്കിലും അടിസ്ഥാനപരമായി അത് ആനന്ദമല്ല, അതിന്റെ അവസാനത്തിലും അത് ആനന്ദമല്ല. അത് തികച്ചും പരാജയം. അത് തികച്ചും മനുഷ്യന് പരാജയം ആയിരിക്കും. എന്താണെങ്കിലും പരാജയമായി. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ.